മക്കളെ, നമുക്ക് ആദ്യം ഫസ്റ്റ് യൂണിറ്റിലെ ഈഫ് എന്ന കവിത പരിചയപ്പെടാം. അതായത് രൂദിയാർഡ് കിപ്ലിങ്ങിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഈഫ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചുകളെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാമെന്നൊക്കെയാണ് ഈ കവിത നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കവിതകളുടെയും ജസ്റ്റ് മെസ്സേജും അതേപോലെ തന്നെ തീമും മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ മെസ്സേജല്ല തീമും, അതുപോലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ മെസ്സേജുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഉള്ള ചോദ്യമാണ് കവിതയെന്ന് വരുന്നത്. കവിതയിൽ ഏതെങ്കിലും വരികളൊക്കെ തന്നിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ സാധനം മാത്രം എഴുതി വെച്ചാൽ മതി, ഈ തീമും മെസ്സേജും എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. ഈഫ് എന്ന കവിതയുടേതാണ് ആദ്യം തന്നെ പറയുന്നത്. ദ പോം ഡീൽസ് വിത്ത് ദ ചലഞ്ചസ് ആൻഡ് സിറ്റുവേഷൻസ് വി ഹാവ് ടു ഫേസ് ടു സക്സീഡ് ഇൻ ലൈഫ് ആൻഡ് ദെർബൈ ബിക്കം യുണീക്ക് ഇൻഡിവിജ്വൽസ്. ഒരു യുണീക്ക് ആയിട്ടുള്ള, അതായത് നിസ്തുല്യനായിട്ടുള്ള വ്യക്തിയാവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ഈ കവിത നമ്മോട് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ കവിത പറയുന്നത്. അപ്പോൾ കവിതയുടെ തീം ഇതാണ്. ഓൾദോ ദ പോയം റിവീൽസ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസ് ഓഫ് സക്സസ് ഫോർ എവറി പേഴ്സൺ, ഇറ്റ് ഗിവ്സ് സ്പെഷ്യൽ പ്രയോറിറ്റി ടു ലീഡേഴ്സ് ഹു വാണ്ട് ടു ബി യുണീക്ക് ആൻഡ് ഡിഗ്നിഫൈഡ്. അതായത് ഈ കവിതയിൽ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ വിജയിക്കാനുള്ള കാര്യങ്ങൾ വെളിവാക്കുന്നുണ്ടെങ്കിലും ഈ കവിത ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുന്നത് ജീവിതത്തിൽ വളരെ യുണീക്ക് ആവാനും അതേപോലെ തന്നെ എല്ലാവരും ആദരിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ലീഡേഴ്സിനെയാണ്. അതായത് ഒരു ലീഡർ എങ്ങനെയായിട്ട് മാറണം, എന്തൊക്കെ ചെയ്താലാണ് ഒരു ലീഡർ നേതാവായിട്ട് മാറുക അല്ലെങ്കിൽ നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് മാറുക എന്നൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ കവിതയുടെ മെസ്സേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അപ്രീസിയേഷനൊക്കെ ആണ് അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ ആണ് ചോദിക്കുന്നെങ്കിൽ മെസ്സേജ് ലാസ്റ്റിലേക്കാണ് എഴുതേണ്ടത് കേട്ടോ. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ദാറ്റ് ദർ ഷുഡ് ബി ഹാപ്പിനെസ് ആൻഡ് സക്സസ് ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ വിജയവും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ഇഫ് വൺ ഫുൾഫിൽ സർട്ടൻ കണ്ടീഷൻസ് മെൻഷൻഡ് ഇൻ ദ പോയം വൺ ക്യാൻ ബി പെർഫെക്റ്റ് മാൻ വിത്ത് ഫുൾ ഹാപ്പിനെസ് ഓഫ് ലൈഫ്. അപ്പം ഈ കവിതയിൽ ഒരുപാട് കണ്ടീഷൻസ്, ഈഫ് ക്ലോസുകൾ പോലെ ഈഫ് വെച്ചിട്ട് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇന്നത് ചെയ്താൽ ഇന്നത് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മളൊരു പെർഫെക്റ്റ് മാനാവും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് കിട്ടുമെന്നാണ് കവിത നൽകുന്ന സന്ദേശം. ഇനി നമുക്ക് രണ്ടാമത്തെ കവിതയായിട്ടുള്ള ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ കവിത, അതായത് ജെയിംസ് ഷേർലിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദ പോയം ഡീൽസ് വിത്ത് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. ഇൻഎവിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനിവാര്യത. അപ്പോൾ മരണത്തിൻ്റെ അനിവാര്യതയാണ് ഈ കവിത പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരു നാൾ മരണം വരും. അപ്പോൾ മരണത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഈ കവിതയുടെ തീം തന്നെ. ദെൻ ഓക്കെ, ദർ ഈസ് നോ ഷീൽഡ് അഗേൻസ്റ്റ് ഫേറ്റ്. അതായത് വിധിക്കെതിരെ അല്ലെങ്കിൽ മരണത്തിനെതിരെ യാതൊരു ഷീൽഡും, ഒരു പരിചയമില്ല എന്നാണ് പറയുന്നത്. അത് തടുക്കാൻ ഒരു ആയുധവും കണ്ടുപിടിച്ചിട്ടില്ല. നോ ഹ്യൂമൻ പവർ ക്യാൻ പ്രൊട്ടക്ട് വൺ ഫ്രം ഇമ്മിനന്റ് ഡെത്ത്. ആസന്നമായിരിക്കുന്ന മരണത്തിൽ നിന്നൊരു വ്യക്തിയെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഓൾ ലിവിങ് ബീയിങ്സ് ഇൻക്ലൂഡിംഗ് മൈറ്റി കിങ്സ് വിൽ ഹാവ് ടു ഫേസ് ദ ഡെത്ത് വൺ ഡേ. അതായത് എത്ര ശക്തനായ രാജാവ് പോലും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഒരു ദിവസം മരണത്തെ ഫേസ് ചെയ്യാൻ ചെയ്യും. ദ പോയം ഗീവ്സ് അസ് എ മെസ്സേജ് ദാറ്റ് ദ ഡെത്ത് ഈസ് എ ലെവലർ ഹു ലെവൽസ് ദ റിച്ച് ആൻഡ് ദ പുവർ അലൈക്ക്. അതായത് പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെയാക്കുന്ന ഒരു ലെവലർ, ഒരു സമപ്പെടുത്തുന്നവനാണ് ഈ മരണമെന്നാണ് കവിത നൽകുന്ന സന്ദേശം. ഡെത്ത് മീറ്റ്സ് ബോത്ത് ദ ഹെൽത്തി ആൻഡ് ദ വീക്ക് അലൈക്ക്. ആരോഗ്യമുള്ളവനെയും ആരോഗ്യമില്ലാത്തവനെയും ഒരുപോലെ തന്നെയാണ് മരണം കാണുന്നത്. നോ മാറ്റർ ഹൗ ഗ്രേറ്റ് യു ആർ, വൺസ് യുവർ ഹെഡ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോംബ്. നിങ്ങൾ എത്ര വലിയവനായിക്കോട്ടെ, നിങ്ങൾ എത്ര മഹാനായിക്കോട്ടെ, അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. ഒരിക്കൽ നിങ്ങളുടെ തല ആ ഒരു തണുത്ത ശവകുടീരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ എത്ര വലിയ ആളായാലും നിങ്ങൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓൺലി ദ ഗുഡ് ഡീഡ്സ് ഓഫ് ദ റൈറ്റിയസ് പീപ്പിൾ വിൽ ബി റിമെമ്പേർഡ് ഫോർ അവർ. നല്ലവരായ ആളുകൾ അല്ലെങ്കിൽ സൽഗുണം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രമാണ് എന്നൊന്നും നിലനിൽക്കുക. ഹെൻസ് ദ പോയം ഏർജസ് ടു ബിക്കം എ വെർച്ചസ് മാൻ. അതുകൊണ്ട് തന്നെ ഈ കവിത നമ്മോട് ഏർജ് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കവിത HW ലോങ്ഫെലോയുടെ നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ കവിതയാണ്. ഇത് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട്, അതായത് പ്രകൃതിക്ക് എല്ലാത്തിനെയും ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. എല്ലാം നമ്മുടെ മനസ്സിലെ വിഷമതകളെയൊക്കെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ ശമിപ്പിക്കാനുള്ള കഴിവ് പ്രകൃതിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് HW ലോങ്ഫെലോയുടെ ഈ ഒരു കവിത, അതായത് സൺറൈസ് ഓൺ ദ ഹിൽസ്. സോ നോക്കാം. ദ പോയം ഡീൽസ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഈ കവിത പ്രതിപാദിക്കുന്നത് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ്. ദ പോയറ്റ് വാച്ചസ് ദ സൺറൈസ് ഫ്രം ദ ഹിൽസ് ആൻഡ് ബിലീവ്സ് ദാറ്റ് നേച്ചർ വേക്സ് അപ്പ് വിത്ത് ദ സണ്ണ്. അതായത് കവി ഒരു കുന്നുമുകളിൽ ഇരുന്നുകൊണ്ട് സൂര്യോദയം വീക്ഷിക്കുകയാണ്. അപ്പോൾ കവി പറയുന്നത് എന്താ വിചാരിച്ചാൽ, അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു, സൂര്യനോടൊപ്പം ഉണരുന്നു എന്നാണ്. നേച്ചർ ഈസ് എ സൂത്തിങ് മെഷീൻ ദാറ്റ് ക്യാൻ ഹീൽ ദ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സഫറിങ്സ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ് ഇൻക്ലൂഡിങ് മെൻ. മനുഷ്യനുൾപ്പെടെയുള്ള ഈ ഭൂമിയിലെ സകല ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ
ചരാചരങ്ങളുടെയും ഒരു സൂത്തിങ്, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ശമിപ്പിക്കുന്ന ഒരു സൂത്തിങ് മെഷീൻ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, സുഖപ്പെടുത്തുന്ന ഒരു മെഷീനാണ് പ്രകൃതി എന്നാണ് കവി പറയുന്നത്. ദ പോയം ഗീവ്സ് അസ് എ മെസ്സേജ് ദാറ്റ് നാച്ചർ ഹാസ് ദ പവർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ആൻഡ് മേക്ക് us ഹാപ്പി. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള ശക്തി നാച്ചറിനുണ്ട്, പ്രകൃതിക്കുണ്ടെന്നാണ് കവി പറയുന്നത്, അല്ലെങ്കിൽ കവി നൽകുന്ന മെസ്സേജ്. ഇഫ് യു ആർ ഫേസിംഗ് ഓൺ എനി പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ആൻഡ് വാണ്ട് ടു റീഡ് എ ബുക്ക് ഫോർ പീസ്, പ്ലീസ് ഗോ ടു നേച്ചർ. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, എന്നിട്ട് സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും നല്ലത് നിങ്ങൾ നേരെ പ്രകൃതിയിലേക്ക് പോവുക എന്നതാണ് കവി പറഞ്ഞത്. ഓൾ യുവർ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ് ഇൻ നേച്ചർ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രകൃതിയിൽ പരിഹാരമുണ്ടാകും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബെഞ്ചമിൻ പെക്കീത്തിൻ്റെ ദ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. ആ പേര് പോലെ തന്നെ ടൈറ്റാനിക് എന്ന കപ്പൽ നമുക്കറിയാമല്ലോ, സിനിമയൊക്കെ ഇറങ്ങിയതാണ്, എല്ലാവർക്കും അറിയാം. ആ ടൈറ്റാനിക് കപ്പൽ അപകടത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു കവിതയാണ്. ഈ കവിതയിൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലെ വർക്കേഴ്സും അതിലെ കപ്പിത്താനും അതേപോലെ തന്നെ അതിലെ ആളുകളൊക്കെ കാണിച്ചിട്ടുള്ള ധൈര്യം, പരസ്പര സ്നേഹം, അതേപോലെ തന്നെ അവരുടെ ഒരു ശൗര്യത്വം, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ റെസ്ക്യൂ മിഷൻ. അപ്പോൾ കുറേ പേരുടെ ജീവൻ രക്ഷിക്കാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മരണത്തിൽ പോലും അവർ ഭയപ്പെടാതെ വളരെ നോബിലിറ്റി, അവരുടെ ആ ഒരു കുലീനത്വം, വളരെ സമ്പന്നരായ ആളുകളൊക്കെ ആയിരുന്ന കപ്പലിൽ കൂടുതലുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ആഢ്യത്വം ഒരിക്കലും ഉപേക്ഷിക്കാത്ത രീതിയിൽ വളരെ രാജകീയമായ രീതിയിൽ തന്നെയാണ് അവർ മരണത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ആ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയുടെ തീവിലേക്ക് കടക്കാം. ദ പോയം ഡീൽസ് വിത്ത് സം ഗ്രേറ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് ബ്രേവറി, ഹീറോയിസം, ഡെഡിക്കേഷൻ ആൻഡ് സാക്രിഫൈസ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ചിലതായിട്ടുള്ള ധൈര്യം, അതേപോലെ തന്നെ ഹീറോയിസം, പിന്നെ അർപ്പണബോധം, അതേപോലെ സാക്രിഫൈസ് തുടങ്ങിയിട്ടുള്ള, അതായത് ത്യാഗം തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റികളെ കുറിച്ചാണ് ഈ കവിത പ്രതിപാദിക്കുന്നത്. ഇറ്റ് ടെൽസ് അസ് അബൌട്ട് ദ ബ്രേവറി ഓഫ് ടൈറ്റാനിക്സ് ക്യാപ്റ്റൻ ആൻഡ് ക്രൂ വെൻ ദ ഷിപ്പ് സാങ്ക്. കപ്പൽ മുങ്ങുന്ന സമയത്തും ആ കപ്പലിൻ്റെ കപ്പിത്താനും അതേപോലെ തന്നെ അതിലെ കപ്പലിലെ ജോലിക്കാരും കാണിച്ച ധൈര്യമാണ് ഈ കവിത പ്രധാനമായിട്ടും വിവരിക്കുന്നത്. ദ പോയം ടെൽസ് അസ് ഹൗ നോബിൾ മെൻ ക്യാൻ ബി ഈവൻ ഇൻ ദ ടൈംസ് ഓഫ് ഡേഞ്ചർ. അപകടം പറ്റുന്ന സമയത്തും അല്ലെങ്കിൽ അപകടം മുന്നിൽ കാണുന്ന സമയത്തും കുലീനത്വമുള്ള ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഈ കവിത നമുക്ക് കാണിച്ചു തരുന്നു. ദ പോയം കൺവേസ് എ മെസ്സേജ് ടു അസ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് ബിഹേവ് വിത്ത് കമ്പഷൻ, കറേജ് ആൻഡ് ഹീറോയിസം ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. ഒരു അപകടം പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് എത്രത്തോളം സ്നേഹത്തോടെയും ധൈര്യത്തോടെയും അതേപോലെ തന്നെ നല്ല ക്രൈസിസ് മാനേജ്മെൻറ്റിൽ കൃത്യമായി പങ്കാളിത്തം നടത്തിക്കൊണ്ടും ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ടു സ്ലീപ്പ് എന്ന കവിതയാണ്. ഈ കവിത പറയുന്ന പേര് പോലെ തന്നെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ഉറക്കമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മുടെ പകലിലുള്ള എല്ലാ അധ്വാനത്തിൻ്റെയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ രാത്രി നല്ല ഉറക്കം കിട്ടുന്നതിലൂടെയാണെന്നാണ് ഈ കവിത പറയുന്നത്. അപ്പം ഒക്കെ ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് ഉറക്കമായ പോലെ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കഴിച്ചാണ്ട് പെട്ടെന്ന് ഉറക്കം കിട്ടണം എന്നൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു ആധുനിക മനുഷ്യൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ കവിത. അപ്പോൾ ഏതായാലും നമുക്ക് കവിതയുടെ തീമിലേക്ക് കടക്കാം. ദ പോയം ഡീൽസ് വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് സ്ലീപ്പ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറക്കത്തിനുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിത പ്രതിപാദിക്കുന്നത്. ദ പോയം സ്റ്റേറ്റ്സ് ദാറ്റ് സ്ലീപ്പ് ഹെൽപ്സ് എ പേഴ്സൺ ടു ബി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി. ഉറക്കം ഒരു മനുഷ്യന് മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് നൽകുമെന്നാണ് ഈ ഒരു കവിത പറയുന്നത്. സ്ലീപ്പ് ഈസ് എ ബ്ലെസ്സിങ്. ഉറക്കം എന്നാൽ ഒരു അനുഗ്രഹമാണ്. വിത്തൗട്ട് സ്ലീപ്പ് ഓൾ ബ്ലെസ്സിങ്സ് ഓഫ് മോർണിംഗ് വിൽ ബി ഇൻ വെയിൻ. അതായത് ഉറക്കമില്ലെങ്കിൽ നമ്മുടെ പകലിലെ എല്ലാ നമ്മുടെ അനുഗ്രഹങ്ങളും, പകലിലെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പകലുള്ള നമ്മുടെ ജോലിയും നമ്മുടെ കാഴ്ചകളും എല്ലാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാഴായി പോകും. ദെൻ ലാക്ക് ഓഫ് സ്ലീപ്പ് ലീഡ്സ് ടു ലാക്ക് ഓഫ് എനർജി. ഉറക്കമില്ലായ്മ എനർജി ഇല്ലായ്മയിലേക്ക് നയിക്കുന്നു. ഓൾദോ ദ പോയം ഡീൽസ് വിത്ത് എ സിമ്പിൾ തീം, ഇറ്റ് ഹാസ് എ ഡീപ്പ് ഇൻസൈറ്റ് ഓഫ് വിഷൻസ് ഓഫ് ലൈഫ്. മോഡേൺ പീപ്പിൾ വാണ്ട് ടു ഡു എവറിത്തിങ് ഇൻസ്റ്റാൻ്റ്ലി. അതായത് ഈ കവിത ഒരു വളരെ സിമ്പിളായിട്ടുള്ള തീമാണ് പുറത്തേക്ക് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അകക്കാഴ്ച തന്നെ ഈ കവിത പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മോഡേൺ മെൻസിനെല്ലാം, അതായത് ആധുനിക മനുഷ്യന് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണം. ദേ വാണ്ട് ടു സ്വാലോ സ്ലീപ്പിംഗ് പിൽസ് ആൻഡ് ഫോൾ അസ്ലീപ്പ് ക്വിക്ക്ലി. അതായത് മനുഷ്യന് പെട്ടെന്ന് തന്നെ സ്ലീപ്പിംഗ് പിൽസ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ്ട് പെട്ടെന്ന് ഉറക്കം വരണമെന്നാണ് മോഡേൺ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ദ പോം ആക്ച്വലി ആൻ ആൻസർ ടു ദ പ്രോബ്ലംസ് ഓഫ് മോഡേൺ പീപ്പിൾ. ആധുനിക മനുഷ്യൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കവിത ചൂണ്ടിക്കാണിക്കുന്നത്. ദ പോയം ഗീവ്സ് us എ മെസ്സേജ് ദാറ്റ് വി ഷുഡ് ഗിവ് സീരിയസ് പ്രയോറിറ്റി ടു റെസ്റ്റ്, എസ്പെഷ്യലി സ്ലീപ്പ്. ഉറക്കം അതല്ലെങ്കിൽ വിശ്രമത്തിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം, സീരിയസ് ആയിട്ടുള്ള പ്രാധാന്യം തന്നെ കൊടുക്കണമെന്നുള്ള സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ഇറ്റ് ഈസ് എ ബ്ലസ്ഡ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗിഫ്റ്റ് തന്നെയാണ് ഉറക്കം. ഇഫ് യു ട്രൈ ടു കം അവർ സെൽഫ്, നമ്മൾ സ്വയം ശാന്തരാവാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ കം ടു അസ്, അത് നമ്മിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ മക്കളെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇനി കുത്തിരുന്നുണ്ട്, വേഗം പഠിച്ചോളൂ.